ഹായ് ഗായ്സ്, ഇന്ന് താനൂർ അമൃതാനന്ദമയി മഠത്തിൽ പൊങ്കാലയായിരുന്നു. ഞങ്ങൾ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ക്രൂയിസർ നിറയെ ആൾക്കാർ പോയിരുന്നു പൊങ്കാലിടാൻ. അതിൻ്റെ കൂടെ ഞാനും എൻ്റെ അമ്മയും പോയി. അമ്മ എന്നോട് പറഞ്ഞിരുന്നു ഈ പൊങ്കാലിടാൻ വരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മേൻ്റെ കൂടെ പോയി. അങ്ങനെ ഗായ്സ്, ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാലിടുന്നത്. ഇതുവരെ ഭഗവാൻ എനിക്ക് പൊങ്കാലിടുകയായിരുന്നു. ഓരോ പ്രശ്നങ്ങളുടെയും പൊങ്കാലയായിരുന്നു. ഇപ്പം അതൊക്കെ ഒന്ന് തീർത്ത് തരണേ ഭഗവതി എന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവതിക്കൊരു പൊങ്കാലിട്ടു ഗൈസ്. ഭഗവതി എല്ലാ സമ്പൽ സമൃദ്ധി ഐശ്വര്യവും എല്ലാ ആൾക്കാർക്കും തരട്ടെ, എനിക്കും തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഭഗവതി മഹാമായേ. പിന്നെ ഗൈസ്, പിന്നെ അവിടെ പൊങ്കാലിട്ട് പ്രസാദമൊക്കെ നമുക്കൊന്നും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഒരു കാലത്ത് നമുക്ക് എന്താണ് പൊങ്കാല എന്നൊന്നും സത്യം പറയാലോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പൊങ്കാല ഇടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പൊങ്കാല ഇടണൊക്കെ ചക്കുളത്തുകാവ്, അതുപോലെ തന്നെ മൂകാംബിക, ഇവിടെയൊക്കെ ആയിരിക്കും പൊങ്കാല ഇടുക. നമ്മളെ നാട്ടിലൊന്നും ഇവിടെ ഉണ്ടാവില്ല. അവിടേക്കൊന്നും ഇപ്പോൾ നമുക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യമൊന്നും ഇല്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ലഘു വിവരണം അവിടുത്തെ സ്വാമിനിയമ്മ തന്നു. അവർ പുണ്യാഹം തളിച്ചു. ഞങ്ങൾ പ്രസാദം സ്വീകരിച്ചു. പിന്നെ ഞങ്ങൾ ദക്ഷിണ കൊടുത്തു. അവിടെ നിന്ന് ഞങ്ങൾക്ക് പ്രസാദമായിട്ട് പായസം കിട്ടിയിരുന്നു, അത് കഴിച്ചു. പിന്നെ അവിടുന്ന് ഫുഡ് ഉണ്ടായിരുന്നു, അന്നദാനം. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചു. അങ്ങനെ തിരിച്ചു പോകുന്നു ഗൈസ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബായ്.